ഇത്രയും ദിവസം പറഞ്ഞത് സർക്കാർ കൊണ്ടുവരുന്നു മെസ്സി എന്നാണ്. അതിന്റെ പേരിൽ മൂപ്പർ അർജന്റീന ടൂർ അടിച്ചു. ആരൊക്കെ അർജന്റീന പോയി എന്നുള്ളത് ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എത്ര കോടി അതിന്റെ പേരിൽ ചെലവാക്കി എന്നൊന്നും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാത്തിന്റെയും പേരിൽ ടൂറുണ്ട്. ഇതുവരെ പറഞ്ഞു സർക്കാരാണ് അർജന്റീന ഈ മെസ്സിയെ കൊണ്ടുവരുന്നത് കേരളത്തിൽ. ഇപ്പൊ പറയുന്നു വരില്ല എന്ന് വാർത്ത കേട്ടപ്പോ പറഞ്ഞു ഞങ്ങളല്ല, ഒരു ചാനലാണ്. ആ ചാനൽ മുന്തിയ ചാനല. മരമുറി കേസിൽ പ്രതി ചേർക്കപ്പെട്ട മാംഗോ ഫോൺ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ ഒരു ചാനലിനെയാണ് മെസ്സിയെ കൊണ്ടുവരാൻ ഏൽപ്പിച്ചത്. കള്ളന് കഞ്ഞി വെച്ചവർ എന്ന് പറയാറുണ്ട്. അങ്ങനെ കള്ളനും കഞ്ഞി വെച്ചവരും ഒക്കെ ഒരുമിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ആരാ? സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താ ആഭ്യന്തര വകുപ്പിന്റെ അവസ്ഥ? ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ട വാർത്ത എന്താണ്? മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ പേരൂർക്കടയിൽ ബിന്ദു എന്ന് പറയുന്ന ദളിത് സമുദായത്തിലെ ഒരു പാവപ്പെട്ട സ്ത്രീ, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ, അവർ ദളിത് സമൂഹത്തിൽപ്പെട്ട ഒരാളായി എന്ന ഒറ്റക്കാരനും കൊണ്ട് അവിടെ ഒരു കളവ് നടന്നപ്പോ ആ കളവ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. രാത്രി മുഴുവനും സ്റ്റേഷനിൽ നിർത്തി. അവരെ മാനസികമായി പീഡിപ്പിച്ചു. ദാഹിച്ചപ്പോ വെള്ളം ചോദിച്ചപ്പോ കക്കൂസിലുണ്ട്, പോയി കുടിച്ചോളം പറഞ്ഞു. ഇതല്ലേ നമ്മുടെ നാട്ടിലെ ആഭ്യന്തര മേഖലയുടെ അവസ്ഥ? അവസാനം പരാതി പറയാൻ പോയി. ഇവിടെ ശശിയുടെ അടുത്ത് പരാതി പറയാൻ പോയപ്പോ നിങ്ങൾ കോടതി പോയിക്കോന്നാ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും നീതി കിട്ടുന്നില്ല എന്ന് കണ്ടാ പിന്നെ ഈ നാട്ടിലെ പൗരന്മാർക്ക് എവിടുന്നാ നീതി കിട്ടുക? ഇപ്പൊ സാധാരണഗതിയിൽ ആഭ്യന്തരമന്ത്രിക്കെതിരായി സമരം ചെയ്യുമ്പോ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ വാഴ വെക്കാറുണ്ട്. സലീമെ, വാഴ വെച്ച് പോകരുത്. കാരണം വാഴയെ കൊണ്ട് എന്തെല്ലാം ഗുണമുണ്ട്. വാഴപ്പിണ്ടി കൊണ്ട് പോലും ഗുണമുണ്ട്. വാഴപ്പഴം ഗുണമുണ്ട്. അതിന്റെ ഇല വെട്ടിയിട്ട് സദ്യക്ക് വിളമ്പാം. എന്തെല്ലാം ഗുണമുണ്ട്. അതുകൊണ്ട് വാഴ വെക്കാൻ പറ്റുമോ? എന്നാൽ ആഭ്യന്തരമന്ത്രി കസേരയിലിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആഭ്യന്തരമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ വാഴ വെച്ച് വാഴയെ ആക്ഷേപിക്കരുത് എന്ന് ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം നമ്മുടെ നിരന്തരമായ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ്. ഈ സമരം നാളെ തെരുവീതികളിൽ അതിശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഈ ഗവൺമെന്റിനെ താഴെയിറക്കി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാര കസേരയിലേക്ക് തിരിച്ചു വരുന്നതുവരെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടി വരും. അതിന് തയ്യാറെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എറണാകുളം ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സമരക്കോലം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു.